ഇന്ത്യൻ അതിർത്തിയായ സിലിഗുരിയിൽ നോട്ടമിട്ട് ചൈനയും പാകിസ്ഥാനും പിന്നെ ബംഗ്ലാദേശും. അതിർത്തി സ്വന്തമാക്കാൻ മൂന്ന് രാജ്യങ്ങളും സൗഹൃദത്തിലാകുന്നത് ഇന്ത്യക്ക് തലവേദനയാകാൻ സാധ്യതയുണ്ട്. സിലിഗുരി ഇടനാഴിയിൽ പാക് ISA ബംഗ്ലാദേശ് വിളിച്ചുവരുത്തി എന്ന ആരോപണം നിലവിലുണ്ട്. ഇന്ത്യയുടെ വടക്ക് കിഴക്കേ ഭാഗത്ത് കോഴിക്കഴുത്തിന്റെ ആകൃതിയിൽ കിടക്കുന്ന ഈ അതിർത്തി രാജ്യത്തിന്റെ തന്ത്രപ്രധാന ഭാഗമാണ്. പശ്ചിമ ബംഗാളിന്റെ അതിർത്തി മേഖല. നോർത്ത് ഈസ്റ്റിലേക്കുള്ള കവാടമാണിത്. കേവലം 60 കിലോമീറ്റർ നീളവും 20 കിലോമീറ്റർ വീതിയുമാണ് സിലിഗുരിക്കുള്ളത്. നേപ്പാൾ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. ഭൂമിശാസ്ത്രപരമായി ഏറെ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഈ നാട് വിനോദസഞ്ചാര മേഖല കൂടിയാണ്. ഹിമാലയത്തിന്റെ താഴ്വരയിൽ സമുദ്രനിരപ്പിൽ നിന്നും 400 അടി ഉയരത്തിലാണ് സിലിഗുരി. 20 മുതൽ 30 ലക്ഷം വരെയാണ് ഇവിടുത്തെ ജനസംഖ്യ. പശ്ചിമ ബംഗാളിൽ കൊൽക്കത്ത കഴിഞ്ഞാൽ ഏറ്റവും വലിപ്പം കൂടിയ മേഖല സിലിഗുരിയാണ്. ഭൂപ്രകൃതിയുടെ കാര്യത്തിൽ കേരളത്തോട് ഏറെ സാമ്യമുണ്ട്. ബംഗാളി, ദിമാൽ രാജ്ബാൻഷി, ഗൂർഖ ആദിവാസി, ബിഹാരി ഭൂട്ടിയ, സിക്കിമിസ് തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവരാണ് ഇവിടുത്തെ താമസക്കാർ. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിലേക്ക് റെയിൽവേ സംവിധാനവും സിലിഗുരിയിലൂടെയാണ്. വ്യാപാരം, വാണിജ്യം എന്നിവയിലും ഇന്ത്യയുടെ തന്ത്രപ്രധാന മേഖലയാണിത്. ട്രക്കുകളും ബസ്സുകളും സ്വകാര്യ വാഹനങ്ങളും ഉൾപ്പെടെ 10 ലക്ഷത്തോളം വാഹനങ്ങൾ ഈ ഇടനാഴി ഉപയോഗിക്കുന്നു. പ്രതിദിനം 2400 മെട്രിക് ടൺ ചരക്കുകൾ ഈ വഴിയിലൂടെ കടത്തുന്നു. 142 കോടി രൂപയുടെ വരുമാനം ഈ മേഖലയിലൂടെ നേടാൻ സാധിക്കുന്നു. എണ്ണ, വാതക പൈപ്പ് ലൈനുകളും ഗ്രിഡുകളും ഈ വഴി കടന്നുപോകുന്നുണ്ട്. ഇന്ത്യക്ക് വേണ്ടുന്ന ആയുധങ്ങൾ എത്തിക്കുന്നതും ഈ വഴിയാണ്. പ്രതിരോധ മേഖലയിലും ഈ ഇടനാഴി പ്രധാന പങ്ക് വഹിക്കുന്നു. 1947 വരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന സിലിഗുരി സിക്കിം, ഭൂട്ടാൻ എന്നിവിടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഇടത്താവളമായിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ-ചൈന, ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധത്തിന് ഈ ഇടനാഴി ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിന് ശേഷം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ഏക കരമാർഗം കൂടിയായി സിലിഗുരി. 1962 ചൈനീസ് അധിനിവേശത്തിന് ശേഷമാണ് ഇന്ത്യ ഈ പ്രദേശത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു അന്ന് ചൈനയുടെ ആക്രമണം. ഇന്ത്യ-ചൈന അതിർത്തി ഭാഗമായ മക്മോഹൻ ലൈൻ അതിർത്തി അംഗീകരിക്കാതെ ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി ടിബറ്റ് കീഴടക്കി. 80,000-ഓളം വരുന്ന സൈനികരെ ഇന്ത്യ ഒരു മാസത്തോളം നേരിടുകയായിരുന്നു. അരുണാചൽ പ്രദേശിലെ പർവ്വത മേഖലകളും അസമിലെ സമതലങ്ങൾക്ക് അടുത്തുവരെ ചൈനീസ് ആർമി മുന്നേറി. ഒടുവിൽ ചൈന വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെയാണ് യുദ്ധം അവസാനിച്ചത്. ഇത് ഇന്ത്യക്കൊരു പാഠമായിരുന്നു. ഇതോടെ അതിർത്തി മേഖലയിൽ കൂടുതൽ സുരക്ഷ വിന്യസിച്ചു. 1971 യുദ്ധത്തിൽ സിലിഗുരി കീഴടക്കാൻ പാകിസ്ഥാനെ പ്രേരിപ്പിച്ചത് ചൈനയായിരുന്നു. കിഴക്കൻ പാകിസ്ഥാനിലേക്കുള്ള ഇന്ത്യയുടെ കടന്നുകയറ്റം ഒഴിവാക്കാനായിരുന്നു ഇത്. സിലിഗുരി കീഴടക്കിയാൽ അതുവഴി ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ മേഖലകളിലെ ഇന്ത്യയുടെ സ്വാധീനം തടയാൻ കഴിയുമെന്ന് ചൈനയ്ക്കറിയാം. ചൈന മാത്രമല്ല, പാകിസ്ഥാനും ഈ മേഖലയിൽ കടന്നുകയറാൻ അവസരം കാത്തിരിക്കുകയാണ്. സിലിഗുരി ഇടനാഴിക്ക് അടുത്തുള്ള രംഗപൂർ ഡിവിഷൻ പാകിസ്ഥാന്റെ രഹസ്യ സംഘടനയായ IIS സന്ദർശിച്ചത് ഈ ആശങ്ക വർദ്ധിപ്പിക്കുന്നു.